തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച് സെക്രട്ടറിയുടെ സർക്കുലർ കൗൺസിലർമാർക്ക് ലഭിച്ചു. നേരത്തെ നടന്ന കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറിയുടെ കത്ത് തള്ളിയതിനെ തുടർന്നാണ് വീണ്ടും പുതിയ നീക്കം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കുടിവെള്ള നിരക്ക് കൂട്ടണമെന്ന അഭിപ്രായം രേഖപ്പെടുത്താതെ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് കോർപ്പറേഷൻ സെക്രട്ടറി സർക്കുലർ അയച്ചു. ഓഡിറ്റ് പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി പ്രതിപക്ഷ കൗൺസിലർമാർക്ക് സർക്കുലർ അയച്ചത്. എന്നാൽ ആ സെക്രട്ടറിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും തീരുമാനമെടുക്കാൻ സെക്രട്ടറിക്ക് എന്തധികാരമാണുള്ളതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ചോദിച്ചു. കുടിവെള്ള നിരക്ക് കൂട്ടണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കുവാനുള്ള അധികാരം കൗൺസിലിനാണെന്നിരിക്കെ സെക്രട്ടറിയുടെ സർക്കുലർ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. കുടിവെള്ള നിരക്ക് കൂട്ടാനുള്ള ശ്രമം കൗൺസിലിനകത്ത് ഇതിനു മുന്നേ CPM ഭരണസമിതി ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ പ്രതിപക്ഷ കൗൺസിലർമാർ വലിയ പ്രതിഷേധത്തോടുകൂടി എതിർക്കുകയും ആ ശ്രമത്തെ പരാജയപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി ഉപയോഗിച്ച് കൗൺസിലർമാർക്ക് നേരെ ഭീഷണി ഉത്തരവിറക്കി കുടിവെള്ള നിരക്ക് കൂട്ടാനാണ് CPM ഭരണസമിതി ശ്രമിക്കുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറി CPMന്റെ ആജ്ഞാനുവർത്തിയായി കൗൺസിലിന് മുകളിൽ പറക്കുവാനാണ് ശ്രമിക്കുന്നത്. ഈ നീക്കം അനുവദിക്കുന്ന പ്രശ്നമില്ല. ഓഡിറ്റിന്റെ മറവിൽ ജനങ്ങളുടെ പേരിൽ അധിക കുടിവെള്ള നിരക്ക് അടിച്ചേൽപ്പിക്കാനാണ് CPM ഭരണസമിതി നീക്കം നടത്തുന്നത്. കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തി കുടിവെള്ള നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള മേയറുടെയും CPMന്റെയും ശ്രമം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ കോൺഗ്രസ് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കുടിവെള്ള നിരക്ക് വർദ്ധിപ്പിക്കാൻ നിയമപരമായ ബാധ്യതയില്ലെന്നിരിക്കെ നിരക്ക് കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. വിഷയം തിങ്കളാഴ്ച നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കും. TCV ന്യൂസ്, തൃശൂർ.